മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ്, എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഓക്കെ, നമുക്ക് നോക്കാം ക്രിസ്മസ് ദിവസത്തിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്. ഓക്കെ, പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ക്രിസ്മസ് ദിവസത്തിൽ എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. ബാലൻസ്. എല്ലാ കാര്യവും ബാലൻസിങ്ങിൽ വരട്ടെ എന്നുള്ള ആശംസകളാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് സോഡ്, നൈറ്റ് ഓഫ് വാൻസ്, ഡെത്ത് ആൻഡ് റീബർത്ത്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സ് നൽകുന്നത്. ഇതുവരെയും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഓട്ടമായിരുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ കടക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ചില സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഭയന്ന് നിന്നിരുന്ന ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ചുവട് വെച്ചിരിക്കുന്നു. നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസിൻ്റെ സമയം അടുത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഡെത്ത് ആൻഡ് റീബർത്ത്. നിങ്ങൾ ചില കാര്യങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ബാഹ്യ മനുഷ്യനെ നിങ്ങൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഒരു പുതിയ മനുഷ്യൻ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുകയാണ്. ഇതുവരെയും നിങ്ങളെ ചില മാനസിക വിഷമങ്ങൾ കൂടി കടത്തിക്കൊണ്ടിരുന്ന ആ ബാഹ്യ മനുഷ്യനെ അവസാനിപ്പിച്ചുകൊണ്ട്, ഡെത്ത് സംഭവിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പുതിയ വ്യക്തിയായി നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന സമയമാണ് ഇപ്പോൾ. ഓക്കെ, ഇതിൽ നിങ്ങൾക്കൊരു കാർഡ് സെലക്ട് ചെയ്യാം യൂണിവേഴ്സിൻ്റെ മെസ്സേജ് അയക്കുന്നതിന്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സ് അയക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? എൻ്റെ യൂണിവേഴ്സിൽ നിന്നും ഈ ക്രിസ്മസ് ഡേയിൽ നൽകുന്ന മെസ്സേജ് എന്താണ്? നിങ്ങളെ ഒറ്റയ്ക്ക് വിടാൻ യൂണിവേഴ്സ് ഒരിക്കലും തയ്യാറാകുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിങ്ങൾ എത്തിച്ചേരുന്നതിന് യൂണിവേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഈ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികളോടൊപ്പം യൂണിവേഴ്സ് ഉണ്ട്. നിങ്ങളെ ഒറ്റയ്ക്ക് ഒന്നിലും വിടില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നത് വരെയും നിങ്ങളോടൊപ്പം തന്നെ യൂണിവേഴ്സ് പറക്കാനുണ്ട്. ഓക്കെ, തളരുന്നു ചിറകുകളും എൻ്റെ കൂടെ പറക്കുവാൻ ദൈവമുണ്ട്. തളരില്ല ചിറകുകളും എൻ്റെ കൂടെ പറക്കുവാൻ ദൈവമുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തുന്നത് വരെ നിങ്ങളോടൊപ്പം പറക്കുവാൻ നിങ്ങളുടെ ദൈവം ഉണ്ട്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ, ഈ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് യൂണിവേഴ്സ് നൽകുന്നത്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂവേഴ്സിന് നൽകുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ ചില വിഷമഘട്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിന് അറിയാം, ഞാൻ നിന്നെ ചില പീഡനങ്ങളിൽ കൂടി, ചില സാഹസികതയിൽ കൂടി, വിഷമങ്ങളിൽ കൂടി ഞാൻ നിന്നെ നടത്തിയിട്ടുണ്ട്. ഇതുവരെയും ഞാൻ നിന്നെ നല്ല രീതിയിൽ നിന്നെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ടില്ല. ഞാൻ നിന്നെ നല്ല രീതിയിലൊന്നും പുലർത്തിയിട്ടില്ല. നിന്നെ ചില ദുർഘടമായിട്ടുള്ള പാതകളിൽ കൂടി ഞാൻ നടത്തിയിരുന്നു. പക്ഷേ ഇനി ഞാൻ നിന്നെ ബെറ്ററായിട്ട് ട്രീറ്റ് ചെയ്യാൻ പോകുന്നു. നിൻ്റെ ലൈഫിൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള സമയം അടുത്തിരിക്കുന്നു എന്നുള്ളൊരു അനുഗ്രഹമാണ് യൂണിവേഴ്സ് നൽകുന്നത്. ഓക്കെ, കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ ഏറ്റവും ബെറ്ററായിട്ട് ട്രീറ്റ് ചെയ്യാൻ പോകുന്നു. താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത കാർഡ്, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് എൻ്റെ യൂണിവേഴ്സിൽ നിന്നും വരുന്ന മെസ്സേജ്. താങ്ക് യു യൂണിവേഴ്സ്.
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വീണ്ടും വീണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കും. എത്രത്തോളം നീ എന്നെ തള്ളി പറഞ്ഞിരുന്നാലും ഓക്കെ, നീ കഷ്ടങ്ങളിൽ എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്നെ നോക്കുന്നില്ല അല്ലെങ്കിൽ എന്നെ മാത്രം ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങളുടെ സാഹചര്യം കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ തള്ളി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എങ്കിലും ദൈവം പറയുന്നു, യൂണിവേഴ്സ് നിങ്ങളുടെ ഏത് വിശ്വാസത്തിലാണോ ആ വിശ്വാസത്തിലുള്ള ദൈവം പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വീണ്ടും 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 ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. നീ എത്രയൊക്കെ എന്നെ വിട്ട് ഓടി മറിഞ്ഞിരുന്നാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ സ്നേഹിക്കും, ഞാൻ നിന്നോടൊപ്പം തന്നെ ഉണ്ടാകും. ദൈവത്തെ മറന്ന കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. 4ാമത്തെ കാർഡ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിന് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. 4ാമത്തെ കാർഡിൽ നൽകുന്ന മെസ്സേജ്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ദൈവം, നിങ്ങളോടൊപ്പം തന്നെയാണ്. ആ പാർട്ട് നിങ്ങൾ അനുഭവിക്കുന്ന അതേ പീഡനങ്ങളും അതേ വേദനകളും നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ, നിങ്ങൾ കരയുന്നത് പോലെ നിങ്ങളുടെ ഒപ്പം കരയുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം. ഓക്കെ, ആ ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഇവിടെ പറയുന്നു. ഓക്കെ, കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുന്നിൽ ചെങ്കടൽ രണ്ടാകുന്നു. നിങ്ങൾ ഏത് മരുഭൂമി യാത്രയിൽ കൂടിയാണോ കടന്നു പോയത്, ആ മരുഭൂമി യാത്രയിലും നിങ്ങളോടൊപ്പം തന്നെ, നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഏത് കഷ്ടങ്ങളിലാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. നിങ്ങൾ അനുഭവിച്ച വേദനകളൊന്നും വെറുതെ ആയി പോയിട്ടില്ല, എല്ലാം ഒപ്പം സഹിക്കാൻ നിങ്ങളുടെ ദൈവമുണ്ട്. അതിന് തക്ക സമയത്ത് നിങ്ങൾ ഇപ്പം മക്കൾ ഏതെങ്കിലും അംഗൻവാടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ആ അംഗൻവാടിയിൽ ഇരുന്ന് കുഞ്ഞുങ്ങൾ കരയുന്ന സമയത്ത് ആ അമ്മയുടെ നെഞ്ച് എങ്ങനെയാണോ ഉരുകുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ, നിങ്ങൾ വേദനിച്ച സമയങ്ങളിലെല്ലാം നിങ്ങളുടെ കൂടെ നിന്ന് വേദനിച്ചത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ നിങ്ങളുടെ വഴിയിൽ മൂടി നിൽക്കുന്ന ആ ചെങ്കടൽ രണ്ടായി വിഭജിച്ച് നിങ്ങൾക്ക് വഴിയൊരുക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഒപ്പം തന്നെ ഉണ്ട്. സമയമാകുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വഴി തുറക്കപ്പെടും. താങ്ക് യു. ആക്കുന്ന കുട്ടി ചിന്തിക്കുന്ന എന്താണ്? അമ്മയ്ക്ക് എന്നെ വേണ്ട, അമ്മ എന്നെ ഒറ്റയ്ക്കാക്കി പോയി, അതുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്, എന്നെ കളഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞ്. അതേ അവസ്ഥയാണ് നമ്മൾക്കും ഉണ്ടാകുന്നത്. ദൈവം നമ്മളെ കൈയൊഴിഞ്ഞിരിക്കുന്നു, നമ്മളെ വേണ്ട, നമ്മളെ ഒറ്റയ്ക്കാക്കി പോയിരിക്കുന്നു. പക്ഷേ എന്താണ് ശരിക്കും ഉണ്ടാകുന്നത്? ഒരമ്മ ആ കുഞ്ഞിനെ അംഗൻവാടിയിൽ ഉപേക്ഷിച്ച് പോകണമെങ്കിൽ, വിട്ടേച്ച് പോകണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു പ്രതിഫലം ആ അമ്മ കാണുന്നുണ്ട്. എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ പഠിച്ച് നല്ല രീതിയിൽ പഠിച്ച് ഒന്നാമനായി വരണം, ഏറ്റവും നല്ല ജോലി, സാമ്പത്തികത്തിലും അവൻ്റെ ജീവിതത്തിലൊക്കെ അവന് ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ മകൻ ഇപ്പോൾ കരയുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്ന് കരയുന്നത് എന്തിനാണെന്ന് യൂണിവേഴ്സിന് നല്ലതുപോലെ അറിയാം. പക്ഷേ ആ കുഞ്ഞിന് ആ സമയത്ത് അറിയത്തില്ല, അയ്യോ എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു, എന്നെ എന്തിനാണ് ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്, എന്നെ എന്തിനാണ് ഈ ദുഃഖം തരുന്നത്, എന്നോട് ഇഷ്ടമില്ലേ എന്നൊക്കെ ആ കുഞ്ഞ് മനസ്സിൽ തോന്നും. അതുപോലെ നമ്മുടെ മനസ്സിലും തോന്നുന്നു, എന്തുകൊണ്ടാണ് ഇങ്ങനെ തരുന്നത്. നമ്മുടെ മുന്നേ അറിയുന്നത് ദൈവം മാത്രമാണ്. ഓക്കെ, ഈ ഒരു സമയം കഴിഞ്ഞു പോകും. ഒന്ന് പുറകിലോട്ട് ചിന്തിക്കുന്ന, ഇപ്പോൾ അനുഭവങ്ങളിൽ നിന്നും ബെറ്ററായിട്ട് വരുന്ന ചില വ്യക്തികളെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു ദുരന്ത ഫലം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിലോട്ടൊന്ന് നോക്കുമ്പോഴത്തേക്ക് ദൈവം ഇപ്പോഴെന്തുമാത്രം സ്നേഹം, അന്ന് അത് സംഭവിച്ചത് നന്നായി എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എത്രത്തോളം ദൈവം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ ക്രിസ്മസ് ദിനത്തിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ വ്യൂസിനോട് പറയുന്ന മെസ്സേജ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഈ
എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് ഈ പുണ്യമാസത്തിൽ എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് നൽകുന്നത്? നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് സോറി പറയുന്ന ഒരു എനർജിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു കുറ്റബോധത്തിൻ്റെ എനർജി ഈ ഒരു മാസത്തിൽ സ്റ്റാർട്ടായിരിക്കുന്നു. ഓക്കെ, ഇവിടെ തന്നെ വന്ന 4 ഓഫ് സോഡിൻ്റെ എനർജി. സോ നിങ്ങളോട് എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പ്രവൃത്തി അവരുടെ ഏതെങ്കിലും പ്രവൃത്തി കാരണമോ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ അവർ തകർത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളോട് സോറി പറയുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 4 ഓഫ് സോഡ്. ഇപ്പോൾ അവർക്ക് കുറ്റബോധം കാരണം അവർക്ക് ഇറങ്ങി വരാൻ പറ്റുന്നില്ല. അവർ ഉണ്ടാക്കി വെച്ചിരുന്ന വാക്കുകളും അവരുണ്ടാക്കിയ പ്രവൃത്തികളും കാരണം അവർക്ക് അനങ്ങാൻ വയ്യാത്ത ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് ആ ഒരു സോറി ഫീല് തോന്നിയതിന് യൂണിവേഴ്സിന് നന്ദി പറയുക. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തെങ്കിലും പ്രശ്നത്തിൽ നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ പാർട്ട്ണറെ വിട്ടു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വിട്ടു മാറേണ്ടതായിട്ട് നിങ്ങൾ പരസ്പരം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ഈ ഒരു നിമിഷം പോലും അവർ നിങ്ങളെ അൺകണ്ടീഷണലായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒരു മാറ്റവും വന്നിട്ടില്ല, സെയിം ടു സെയിം ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും സ്നേഹത്തോടു കൂടി ആ കൈ ചേർത്ത് പിടിച്ചിരിക്കുന്നത് അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളോടൊപ്പമാണ് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലായിരിക്കാം. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അത് ഒരു പക്ഷേ നിങ്ങളുടെ ചീറ്റിങ്ങിൻ്റെ കാര്യത്തിലായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതിലിവിടെ ഇനി അവർക്കൊരു വിശ്വാസമില്ല എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല എന്നുള്ള ഒരു എനർജി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഹെറോഫെൻറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഹെറോഫെൻറ്റിൻ്റെ എനർജി പറയുന്നത് ഡിവോഴ്സുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അതിശക്തമായി തന്നെ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിരിക്കുന്നു. ഇനി ഒരുമിച്ച് പോകണമെന്ന് വിചാരിച്ചാൽ പോലും നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവരെ വല്ലാണ്ട് ഉലച്ചിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, ചിലപ്പോൾ അവരുടെ പേരൻസിൻ്റെ ഇടയിൽ വന്നിരിക്കുന്ന അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞതായിരിക്കാം. നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ വാക്കുകൾ അവരുടെ ഇടയിലുണ്ടായ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതല്ല, നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലുള്ള വ്യക്തികളാണെങ്കിൽ അവർ വിളിക്കരുത്, നിങ്ങളടുത്ത് പറയും എന്നെ വിളിക്കരുത്, ഈ ഒരു സമയത്ത് വിളിക്കരുത്, എൻ്റെ ഫാമിലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കോൾ ചെയ്യരുത്, മെസ്സേജ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ പോലും നിങ്ങളത് അവഗണിച്ചുകൊണ്ട് നിങ്ങളവരെ മനഃപൂർവ്വമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുകയും അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് വീണ്ടും അവരുടെ ഫാമിലി അറിയിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ചില വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കുള്ള മെസ്സേജാണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ട്രസ്റ്റ് ഇഷ്യൂ ആണ്. ഈ ഒരു കാര്യത്തിന് ട്രസ്റ്റ് ഇഷ്യൂ ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതിന്, ഒരു ഡിവോഴ്സ് വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഒന്ന് റിലീസ് ആകുന്നതിന് അവർ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ എങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ വന്ന ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഡിവോഴ്സ് കേസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രസ്റ്റ് ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ വന്ന വിശ്വാസവഞ്ചന, ആ വഞ്ചന അല്ലെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ നീ അനുസരിക്കാത്തത് കൊണ്ടാണ് ലൈഫിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ബ്രേക്കപ്പിലേക്ക് കടന്നു പോകാൻ ഇടയായ സാഹചര്യമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ വാക്ക് കൊടുത്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ സാമ്പത്തിക മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് സമയത്ത് ചെയ്യാൻ കഴിഞ്ഞു കാണത്തില്ല. അപ്പോൾ അതൊക്കെ അവർക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂ അവരിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ നിങ്ങളിൽ നിന്നും ചില സത്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മറച്ചു പിടിച്ചിരുന്നു. അത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടുപിടിച്ച് കാണും. ഓക്കെ, ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കള്ളത്തരങ്ങൾ നിങ്ങളുടെ പേഴ്സൺ അറിയാതെ നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും കള്ളത്തരങ്ങളായിരിക്കാം.
അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചെയ്തു പോയ ചില കള്ളത്തരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണ് റിഗ്രറ്റ്, നാണക്കേടാണ്, നിങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ നിൽക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ജഡ്ജിമെൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് വാക്കുകളില്ല. ഓക്കെ, അവർ തെറ്റുകാരാണ്. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. അല്ലെങ്കിൽ ആ ചോദ്യം, നിങ്ങൾ ചെയ്യുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അവരുടെ ഭാഗത്തില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, മെസ്സേജ് നൽകുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്, എനിക്ക് റിഗ്രറ്റ് തോന്നുന്നുണ്ട്, ഞാൻ നിന്നിൽ നിന്ന് ഇതെല്ലാം മറച്ചു വച്ചതിനും ഞാൻ ഈ പ്രവൃത്തി ഞാൻ നിന്നോട് കാണിച്ചതിനൊക്കെ എനിക്കൊരു നാണക്കേട് ഫീല് തോന്നുന്നുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പോകുന്നതായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളോട് ദേഷ്യത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഞാൻ നിന്നെ വിട്ടുപോകുന്നു. ഓക്കെ, നീ എന്നെ വിട്ടുകളയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ വിട്ടുകളയുന്നു. അത് ഈഗോ പ്രശ്നങ്ങൾ കാരണമാണ്. നിങ്ങളുടെ ഇടയിലുണ്ടായ ഈഗോ കാരണം നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് പറയുമെങ്കിൽ 10 പ്രാവശ്യം ഇങ്ങോട്ട് പറയും. ഇങ്ങോട്ട് 10 പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈഗോ പ്രശ്നം വലുതായിരിക്കുന്നു. ഓക്കെ, എങ്ങനെയും ജയിച്ചേ മതിയാകൂ എന്നുള്ള ഒരു ചിന്ത ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുണ്ട്, നീ എന്നെ വിട്ടുകളയുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ എന്നേ കളഞ്ഞു എന്നുള്ള ആ ഒരു ഈഗോ പ്രശ്നമാണ് ഇവിടെ വരുന്നത്. തോറ്റു തരാൻ തയ്യാറാകുന്നില്ല. അവരുടെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ സ്നേഹത്തെ തട്ടിമറിച്ച് കളയുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ മത്സരമാണ്. ആര് ജയിക്കും, ആര് മുന്നോട്ട് പോകും എന്നുള്ള ഒരു മത്സരമാണ് ഇവിടെ, ഒരു പന്തായമാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു എനർജി, ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ വരുന്നത്. കാരണം ഒന്നുകിൽ നിങ്ങൾ മത്സരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ നീ മനഃപൂർവ്വം ചെയ്യുകയായിരുന്നു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറയുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഓക്കെ, ചിലപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്ന ചില കാര്യങ്ങളായിരിക്കും, അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ബൗണ്ടറികൾ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ പറയും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, വീട്ടിൽ പോകാൻ പറ്റത്തില്ല, നിങ്ങളുടെ പേരൻസുമായിട്ട് അങ്ങനെ ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങോട്ടായിരിക്കും. ചില ബൗണ്ടറികൾ സെറ്റ് ചെയ്യുന്നു. തേർഡ് പാർട്ടിയായിട്ട് ഫ്രണ്ട്സുകളുമായിട്ട് പുറത്ത് പോകാൻ പറ്റത്തില്ല, കോൾ ചെയ്യാൻ പറ്റത്തില്ല, ഓൺലൈൻ, അങ്ങനെ കുറേ ബൗണ്ടറികൾ നിങ്ങളോ അവരോ ആരെങ്കിലും ഒരാൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ട് നീ പറയുന്നത് പോലെ എനിക്ക് കേട്ട് നിൽക്കാൻ അല്ലെങ്കിൽ നിൻ്റെ വാക്കുകൾ എനിക്ക് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു മെസ്സേജാണ് തരുന്നത്. കാരണം നിങ്ങളോ അവരോ ആരെങ്കിലും ഒരാൾ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പറയുന്നു, ഇങ്ങനെയുള്ള രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകുന്നതിന് പ്രയാസമുണ്ട്, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എന്നെ ഇങ്ങനെ ബൗണ്ടറി കെട്ടി തിരിച്ച് മാറ്റി നിർത്തുവാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ മജീഷ്യനാണ്. അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് നേടിയെടുക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ നടത്തി തരണം എന്നുള്ള ഒരു മത്സര ബുദ്ധികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. ഇത് വരുന്നവർ മാത്രം എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ, അപ്പം ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ നിന്നെ വിട്ടുപോകുന്നു, എൻ്റെ പ്രാധാന്യം എന്തെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ഇവിടെയും അപ്പോൾ ഒരു ഈഗോയാണ്, ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നിരിക്കുന്നത് ഒരു മത്സരവും ഈഗോയുടെ പ്രശ്നമാണ് നടന്നിരിക്കുന്നത്. മറ്റൊരു പ്രശ്നങ്ങളുമില്ല. അത് വലുതായി പോയതാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന നോ കോണ്ടാക്റ്റ്, ലെസ് കോണ്ടാക്റ്റ്, ബ്രേക്കപ്പിന് കാരണമായിരിക്കുന്നത് അത് തന്നെയാണ്. സമയം ഇപ്പം നോക്കിയാൽ മനസ്സിലാകും. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. സമയം അനുകൂലമാകുമ്പോൾ തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മത്സരം നടത്തിയതാണ്. ഓക്കെ, സമയം അനുകൂലമാകുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തിരിച്ചു വരാമെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു രീതിയിൽ ചെയ്യുന്നതാണ്. ഒരു തമാശയ്ക്കോ അല്ലെങ്കിൽ അത് അല്പനേരം കഴിയുമ്പോൾ ഇതെല്ലാം ഓക്കെ ആകും എന്ന് പറഞ്ഞ് ചെയ്യുന്ന ചില കാര്യമായിരുന്നു. പക്ഷേ കളി കാര്യമായി മാറിപ്പോയി. നിങ്ങൾ മാറി നിന്ന സമയത്ത് ഡിസ്റ്റൻസ് കൂടിപ്പോയി. പിന്നെ ഈഗോ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പിന്നെ തേർഡ് പാർട്ടീസ് വന്നു. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചെറിയ വിടവായിരുന്നു. ആ ഒരു ചെറിയ വിടവിനെ
നിങ്ങൾ സമയം കൂട്ടി 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 ഇപ്പോൾ ദൂരം കൂടിപ്പോയി. ഇനി നിങ്ങൾക്ക് ദൂരത്തിലേക്ക് മാറിപ്പോയി. ഓക്കെ, ഇമോഷണലായിപ്പോയി, ഡിപ്രഷനിലായിപ്പോയി. ഇപ്പോൾ താക്കോൽ അടുത്തുണ്ട്, തുറന്ന് നിങ്ങളിലേക്ക് വരാവുന്നതാണെങ്കിൽ പോലും ഈഗോ അനുവദിക്കുന്നില്ല. ഞാൻ തുറന്ന് വരാന്ന് നിങ്ങളുടെ പേഴ്സൺ ആയാലും നിങ്ങൾക്കായാലും പരസ്പരം ഈഗോ ആയി പോകുന്നുണ്ട്. ഓക്കെ, ഇനി ഉൾക്കൊള്ളാൻ പറ്റാത്ത വണ്ണം മനസ്സ് അകന്നു പോയിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്നറിയത്തില്ല. റെസനേറ്റ് ആകുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. ഓക്കെ, ഈ ക്രിസ്മസ് എനർജിയിൽ, ഈ ഒരു പുണ്യമാസത്തിൻ്റെ എനർജിയിൽ എൻ്റെ വ്യൂസും പേഴ്സണും ഒന്നാകുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസും പേഴ്സണും ഒന്നാകുമോ? സന്തോഷത്തോടെ ഒരു കുടുംബം നയിക്കുവാൻ, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ എൻ്റെ വ്യൂസിന് കഴിയുമോ? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഒരു റീയൂണിയൻ, ദ ഹെയറോഫൻറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ ചില കോടതി കേസുമായിട്ട് നിൽക്കുന്ന ചില എനർജിയാണ് കാണുന്നത് ഹെയറോഫൻറ്റ്. ഓക്കെ, ഒരു വഴി തുറന്ന് വരുന്ന ഒരു എനർജിയാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് ഒരു വഴി തുറന്ന് വരുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വരുന്നത്. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ ലഭിക്കാൻ പോകുന്നു. 5 ഓഫ് കപ്പ്, അത് ആ നഷ്ടപ്പെട്ട കപ്പുകളെല്ലാം ഇവിടെ വരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു റീയൂണിയൻ ഇവിടെ കാണുന്നു, ഹെയറോഫൻറ്റിൻ്റെ എനർജി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ടാമത്തെ കാർഡുകാർക്ക് ജഡ്ജിമെൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു റീബർത്തിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കും ഒരു എനർജി, ഇതും ചില കേസുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല, റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, റീബർത്തിൻ്റെ എനർജി തന്നെയാണ്. സന്തോഷം നിങ്ങളിലേക്ക് തിരികെ വരുന്നു. ഓക്കെ, ഇപ്പോൾ ഉള്ളിലൊരു കുറ്റബോധവും കാര്യങ്ങളും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും റീയൂണിയൻ്റെ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.